നമസ്കാരം, ഞാൻ സതീഷ് മലപ്പുറം. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എൻ്റെ വീടിൻ്റെ വയറിംഗ് ചെലവിനെ കുറിച്ചിട്ടാണ്. വയറിംഗ് ചെലവ് എന്ന് പറയുമ്പോൾ ലൈറ്റ് ഫിറ്റിങ്സ്, സ്വിച്ചൊക്കെ ഫിറ്റിങ്സ് ഒഴിച്ചുള്ള ബാക്കി ചിലവുകൾ. അപ്പോൾ ഞാൻ ഇത്തരം വീഡിയോസ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ കാരണം, ഒരുപക്ഷെ നിങ്ങൾ വീട് വയ്ക്കുന്നവരോ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആയിരിക്കാം. നിങ്ങളുടെ ഒരു ബഡ്ജറ്റ് നിങ്ങൾക്കൊന്ന് താരതമ്യം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്തരം വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ വീട് ഒരു ഇൻ്റർലോക്ക് വീടാണ്. മണ്ണിൻ്റെ ഇൻ്റർലോക്ക് വീടാണ്. കണ്ടല്ലോ, ബാക്കിൽ കണ്ടല്ലോ. പിന്നെ പ്ലാസ്റ്ററിങ് ചെയ്യാത്ത ഒരു ഇൻ്റർലോക്ക് വീടാണ്. ലോ ബഡ്ജറ്റ് വീടാണ്. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ വീടൊന്ന് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ വീട്. ഇൻ്റർലോക്ക് വീടാണ്. പണി നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇനി ഫ്ലോറിങ്, ബാത്റൂം ആൻഡ് ലൈറ്റ് ഫിറ്റിങ്സുകൾ, ഡോറിൻ്റെ വർക്കുകൾ, ഇതൊക്കെ ഇനി പൂർത്തിയാകാനുള്ളത്. അധികം താമസിയാതെ തന്നെ പണി പൂർത്തിയാകുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ വീട് കണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മളെ ലോ ബഡ്ജറ്റ് വീടാണെങ്കിലും ഏകദേശം ഒരു 2000 സ്ക്വയർ ഫീറ്റിനടുത്ത് ഏരിയ ഉള്ള വീടാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഈ വീട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് ഒരു ഇതിൻ്റെ എവിടെയൊക്കെ ഭാഗത്ത് ലൈറ്റ് വരണം, ഏതൊക്കെ ഭാഗത്ത് സ്വിച്ച് വരണം എന്നൊക്കെ എനിക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടും എൻ്റെ ചുമരധികം കുത്തിപ്പൊളിക്കാൻ എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടും ഞാൻ ലിൻഡൽ വാർക്കുന്ന സമയത്ത് തന്നെ വയറിങ്ങിന് വേണ്ടിയുള്ള മെയിൻ പൈപ്പുകൾ ഇട്ടായിരുന്നു. കാരണം നമുക്കറിയാം, നമ്മുടെ വയറിങ്ങിൽ നമുക്ക് ചെലവ് കൂട്ടുന്ന ഒരു ഭാഗമാണ് ഈ ചുമരിൻ്റെ ഈ പൈപ്പിലുള്ള കുത്തിപ്പൊളിക്കൽ. അത് കുറേയധികം പണിക്കൂലി നമുക്ക് നഷ്ടപ്പെടും അവിടെ. അപ്പോൾ എൻ്റെ വീട് ഇൻ്റർലോക്ക് വീട് ആയതുകൊണ്ട് അധികം എൻ്റെ ചുമര് കുത്തിപ്പൊളിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് ഞാൻ മുൻകൂട്ടി തന്നെ മെയിൻ പൈപ്പുകളൊക്കെ ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ അത് ഏത് ഇൻ്റർലോക്ക് വീടാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ സാധാരണ വീടാണെങ്കിലും, നമുക്ക് സാധാരണ കല്ലുകൊണ്ടുള്ള വീടാണെങ്കിലും നമുക്ക് ഇങ്ങനത്തെ ടെക്നിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ കുറേ അധികം പണിക്കൂലി നമുക്ക് ലാഭിക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ വെച്ചാൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ നമുക്ക് വലിയ ലാഭം ഉണ്ടായിരിക്കും അതിൽ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അത് ചെയ്യണമെങ്കിൽ നമ്മളെപ്പോഴും നമ്മൾ വീടൊക്കെ വെച്ച ശേഷമായിരിക്കും നമ്മൾ ഏതൊക്കെ ഭാഗത്ത് ലൈറ്റ് വേണം, ഏതൊക്കെ ഭാഗത്ത് സ്വിച്ച് വേണം പിന്നെ പ്ലാൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇത്തരം ലിൻഡലിൻ്റെ അകത്ത് കൂടി പൈപ്പ് വേണമെങ്കിൽ, പൈപ്പ് ഇടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു ധാരണ വേണം. എവിടെയൊക്കെ ഭാഗത്ത് ലൈറ്റ് വേണം, എവിടെ സ്വിച്ച് വേണം, ഇതൊക്കെ ധാരണ വേണം. എങ്കിൽ മാത്രം നമുക്ക് ലിൻഡൽ ഭാഗം സമയത്ത് നമുക്ക് ആവശ്യത്തിൽ പൈപ്പ് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, വീട് പണിയിൽ നമുക്ക് ചെലവ് ചുരുക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണത്. അപ്പോൾ നിങ്ങൾ ഇൻ്റർലോക്ക് വീട് വയ്ക്കുന്നവരാണെങ്കിൽ നമുക്ക് ഈ വയറിംഗ് സമയത്ത് എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം എന്നുള്ളൊരു വീഡിയോ ഞാൻ മുൻ ചെയ്തിട്ടുണ്ട്. അത് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് എൻ്റെ വീടിന് വന്ന ഒരു ചെലവിലേക്ക് കടക്കാം. എല്ലാ പൈപ്പിടലും വയറിടലും, അതുപോലെ സീലിംഗ്, താഴെയും മേലെയും ജിപ്സം സീലിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സീലിങ്ങിൽ വേണ്ട പൈപ്പിടൽ, അതിൻ്റെ വയറിങ്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെയുള്ള ചില പറയാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം എൻ്റെ ചുമരിൽ അത്യാവശ്യം ഞാൻ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് നമുക്ക് LED ലൈറ്റുകൾ നമുക്ക് എല്ലാ വീടുകളും കാണാൻ പറ്റും. നമ്മുടെ വീടിന് ഭംഗി കൂട്ടാനും നമ്മുടെ പല ലൈറ്റൊക്കെ നമുക്ക് റൂമിൽ ഈവനായിട്ട് നമുക്ക് കിട്ടാനൊക്കെ ഈ LED ലൈറ്റുകൾ നമുക്ക് സഹായിക്കും. അപ്പോൾ നമ്മൾ ചുമരിൽ മാത്രമല്ല നമ്മൾ ലൈറ്റ് കൊടുത്തിട്ടുള്ളത്, നമ്മൾ സീലിങ്ങിലൊക്കെ അത്യാവശ്യം ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പോയിൻ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ചുമരിലൊക്കെ ഓരോ പോയിൻ്റ് വീതം നമുക്ക് സാധാരണ ലൈറ്റിന് വേണ്ടി ഇട്ട് വെച്ചിട്ടുള്ളൂ. അപ്പോൾ അധിക ലൈറ്റുകളും കൊടുത്തിട്ടുള്ളത് സീലിങ്ങിലാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടി മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് മുൻകൂട്ടി ലിൻഡൽ വാർക്കുന്ന മെയിൻ വാർക്ക് നടക്കുന്ന സമയത്ത് തന്നെ ഞാൻ പൈപ്പൊക്കെ ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സീലിങ്ങിലൊക്കെ ലൈറ്റ് വേണമെന്ന് ആഗ്രഹമുള്ളതിൽ മുൻകൂട്ടി നിങ്ങൾ പ്ലാൻ ചെയ്യുക. അപ്പോൾ അത് അതിനനുസരിച്ച് പൈപ്പും വയറൊക്കെ മുൻകൂട്ടി ഇട്ട് വെക്കണം. അപ്പോൾ ഞാനൊക്കെ മുൻകൂട്ടി ചെയ്ത് വെച്ചുകൊണ്ട് എനിക്കതൊരു ബുദ്ധിമുട്ട് വന്നില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് സീലിങ്ങിലൊക്കെ വയറും അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ സീലിങ്ങിലാണ് അധികം ലൈറ്റും കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് പുറമെയുള്ള ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യം ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഭാവിയിൽ നമുക്ക് ആവശ്യത്തിന് വേണ്ട ലൈറ്റ് പോയിൻ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. AC 3 റൂമിൽ AC പോയിൻ്റ് വെച്ചിട്ട്, ACക്ക് വേണ്ട പോയിൻ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ കിച്ചണിലൊക്കെ അത്യാവശ്യമുള്ള പവർ പ്ലഗ് വെച്ചിട്ടുണ്ട്. ഭാവിയിൽ നമുക്ക് വീണ്ടും അത് കുത്തിപ്പൊളിച്ച് വീണ്ടും ഒരു വയറിങ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് മുൻകൂടി പ്ലാൻ ചെയ്തുകൊണ്ട് എല്ലാ ഭാഗത്തും ആവശ്യത്തിനുള്ള വയറിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് തന്നെ. അപ്പോൾ നിങ്ങളും അത് ശ്രദ്ധിക്കുക. നമുക്ക് പരമാവധി നമുക്ക് ഭാവിയിൽ വീണ്ടും വയറിങ് ചെയ്യുന്നതിന് പകരം മുൻകൂടി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിലുള്ള വയറിങ് നമുക്ക് വയർ വീണ്ടും വലിക്കേണ്ട പ്രശ്നം നമുക്ക് ഒഴിവാക്കി കിട്ടും. അപ്പോൾ നമുക്ക് ചിലവിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മൊത്തം ചിലവ് പറയുന്നത്, അതായത് മൊത്തം വയറിങ്ങിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ കോസ്റ്റ് ഞാൻ പറയാം ആദ്യം.
പൈപ്പ്, പിന്നെ അതിൻ്റെ ബോക്സുകൾ, അതായത് നമുക്ക് മെറ്റൽ ബോക്സ് വെച്ചിട്ട് എല്ലാം നമുക്ക് മോഡുലാർ സ്വിച്ച് വെക്കാനാണ് നമുക്ക് താല്പര്യം. അതുകൊണ്ട് എല്ലാം മെറ്റൽ ബോക്സ് വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് പിന്നെ റൂമുകളിലൊക്കെ നമുക്ക് സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് വന്ന ഒരു ചില പറയാൻ പോകുന്നത്, അപ്പോൾ നമുക്ക് മെറ്റൽ ബോക്സിന് ഞാൻ ഓരോന്നും ഞാൻ 2MD 3MD പിന്നെ 8MD അങ്ങനെ പലതരം ബോക്സുകൾ വലുപ്പത്തിൽ നമുക്ക് പിന്നെ അവൈലബിൾ ആണ്. അപ്പോൾ അതിന് നമ്മളെ ആവശ്യം വെച്ചിട്ടുള്ള പിന്നെ ബോക്സുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തം ഒരു 43 മെറ്റൽ ബോക്സ് ഞാൻ വെച്ചിട്ടുണ്ട് അവിടെ. പല റൂമുകളുടെ പല ഭാഗത്തായിട്ടും നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ബോക്സ് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ വീടിന് ഉപയോഗിക്കുന്ന വയറെന്ന് പറഞ്ഞാൽ RR വയറാണ്, ക്വാളിറ്റി കൂടിയ RR വയർ. അത് പിന്നെ 1.0 പിന്നെ വയർ വെച്ച് 2.0 വെച്ചിട്ടുണ്ട്. അതുപോലെ മറ്റ് ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ടും അതിനനുസരിച്ചുള്ള വയർ വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം നമ്മുടെ സീലിങ്ങിൽ നമ്മൾ ഫസ്റ്റ് ഫ്ലോർ ചെയ്തപ്പോൾ നമ്മൾ പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ മെയിൻ സ്ലാബ് ചെയ്തപ്പോൾ മെയിൻ സ്ലാബിൽ കൂടി കുറച്ച് പൈപ്പ് ഇട്ടിട്ടുണ്ട്. അതുപോലെ ലില്ലിൽ കൂടി പൈപ്പ് ഇട്ട് എല്ലാം ISI ബ്രാൻഡുള്ള പൈപ്പ് വെച്ചിട്ടുള്ളത്. കാരണം ലിന്നിൻ്റെ അകത്തൊക്കെ നമ്മൾ സാധാരണ ലോക്കൽ പൈപ്പ് വയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് ISI മാർക്കുള്ള ക്വാളിറ്റിയുള്ള പൈപ്പിന് വെച്ചിട്ടുള്ളത്. എല്ലാം ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് തന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മളെ ബോക്സുകളൊക്കെ ഗോൾഡ് മെഡലിൻ്റെ മെറ്റൽ ബോക്സ് വെച്ചിട്ടുള്ളത്. ഒന്നിലും ഒരു കുറവ് വരുത്തിയില്ല. എല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ കസ്റ്റമർ പിന്നെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ സീലിങ്ങിലും അതുപോലെ ചുമരുകളിലും അതുപോലെ പിന്നെ മറ്റു ഭാഗങ്ങളിലും വെച്ചിട്ടുള്ള പൈപ്പ്, വയറ്, അതിൻ്റെ മെറ്റൽ ബോക്സ്, ഇതിൻ്റെ മൊത്തം ഒരു ചിലവ് വന്ന് എനിക്കുള്ള മെറ്റീരിയൽ കോസ്റ്റ് വന്നിട്ടുള്ളത് ഏകദേശം 49,420 രൂപയാണ്. കാരണം വയറ്, പൈപ്പ്, അതിൻ്റെ ബോക്സുകൾ അത്ര 49,420 രൂപ. ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് വന്നിട്ടത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ലേബർ കോസ്റ്റ് പറയാം. നമുക്കറിയാം ലേബർ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ലേബർ പല തരത്തിലാണ് ആളുകൾ ചെയ്യിക്കാറുള്ളത്. ലേബർ ചെയ്യുമ്പോൾ പോയിൻറ്റിനായിട്ട് പൈസ വാങ്ങുന്ന ടീമുകളുണ്ട്. പിന്നെ മൊത്തം കോൺട്രാക്ട് എടുക്കുന്ന ആളുകളുണ്ടായിരിക്കും. അങ്ങനെ പല ടീമുകളാണ്. കൂലിക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ പല രീതിയിലാണ് നമ്മൾ നാട്ടിൽ ഇപ്പോൾ ഈ ഇലക്ട്രിക് വർക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തല്ല, നമ്മുടെ അറിയുന്ന ഒരാൾ, അയാൾ കൂലിക്കാണ് എനിക്ക് പിന്നെ ഈ പണി ചെയ്തു തന്നത്. അയാളും അയാളെ 1-2 ഹെൽപ്പേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ കൂലിക്കായതുകൊണ്ട് എനിക്ക് പിന്നെ അധികം ഒരു ചെലവ് വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പോയിൻ്റൊക്കെ ആകുമ്പോൾ വളരെയധികം ചെലവ് വരും ഈ ലേബർ കോസ്റ്റ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ സീലിങ്ങിലും ചുമരുകളും എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്, എല്ലാം വയറിടാനും പൈപ്പിടാനും വേണ്ടി വന്നിട്ടുള്ളത് ഏകദേശം 19,700 രൂപയാണ്. കാരണം ഈ ഒരു ചെലവിൽ നിൽക്കാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ നമുക്ക് ഈ ചുമര് കുത്തിപ്പൊളിക്കുന്ന പരിപാടി വന്നിട്ടില്ല. അതാണ് ഇതിൻ്റെ ചെലവ് കുറയ്ക്കാൻ മെയിൻ കാരണം. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് നമ്മുടെ ലിൻഡിൽ നിന്ന് നമുക്ക് സ്വിച്ച് ബോർഡ് അല്ലെങ്കിൽ ലിൻഡിൽ നിന്ന് മുകളിലേക്കൊരു ലൈറ്റ് പോയിൻ്റ്, ഇതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ സ്വിച്ച് ബോർഡ് വെക്കുകയാണെങ്കിൽ ഒരു ലിൻഡിന് താഴത്തേക്ക് ഒരു 1.5 മീറ്റർ അല്ലെങ്കിൽ ഒരു 2 മീറ്റർ അല്ലെങ്കിൽ അത്ര ആ ലെങ്ത്തിലുള്ള ഒരു കട്ടിങ് മാത്രമേ വന്നിട്ടുള്ളൂ. അത് നമുക്കിന്ന് നമ്മുടെ പിന്നെ മെഷീൻ കട്ടിങ് ഉണ്ട്. നമ്മൾ പിന്നെ വീട് ഇൻ്റർലോക്ക് കൂടി ആയതുകൊണ്ട് വളരെ കറക്റ്റായിട്ട് മെഷീൻ കട്ടർ ഉപയോഗിച്ചാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കുത്തിപ്പൊളി എന്ന ആ വിഭാഗത്തിൽ വരുന്ന ചിലവ് പരമാവധി കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് തോന്നുന്നത് എനിക്ക് ഇത്തരം ചിലവ് ഒതുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ല എത്ര വന്നത് 19,700 രൂപ കേട്ടോ. അതായത് ചുമരിലെ വയറിങ്, സീലിങ്ങിലെ വയറിങ്, എല്ലാ വയറിങ്ങും, അത് ലിൻഡലിൻ്റെ അകത്തൊരു പൈപ്പ് ഇടുക, എല്ലാം അടക്കമാണ് 19,700 രൂപ. അങ്ങനെ മൊത്തം മെറ്റീരിയൽ കോസ്റ്റും അതുപോലെ തന്നെ ഈ ലേബർ കോസ്റ്റും മൊത്തമായിട്ട് വന്നിട്ടുള്ളത് 69,120 രൂപയാണ്. 69,120 രൂപ. ഇതിലൊരു പിന്നെ പോയിന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മളെ ലൈറ്റ് പോയിന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ അധികം ഞാൻ ലൈറ്റ് ഇട്ട് പോയെന്ന് പറഞ്ഞല്ലോ. കാരണം നമുക്ക് അത്യാവശ്യം ഞാൻ ഒരു വയർ ഉപയോഗിച്ചിട്ടുണ്ട്. ലൈറ്റിൻ്റെ പോയിന്റ് അത്യാവശ്യം പറഞ്ഞു. അതായത് നമുക്കറിയാം 1 വാട്ട് ഈ ചെറിയ സ്പോട്ട് ലൈറ്റുകളൊക്കെ ഉണ്ട്. അത് നമുക്കത് വീടിൻ്റെ ഭംഗി കൂട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ലൈറ്റാണ് ഇപ്പോൾ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ അതൊക്കെ എൻ്റെ വീട്ടിൽ കുറേ അധികം വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ എണ്ണി നോക്കിയപ്പോൾ ഒരു 156 ലൈറ്റ് വെച്ചിട്ടുണ്ട്. കാരണം 1 വാട്ട് ആയതുകൊണ്ട് നമുക്കറിയാം, നമ്മൾ പണ്ട് കാലത്ത് ഒരു 110ൻ്റെ ബൾബ് ഉപയോഗിക്കുമ്പോൾ ഒരു 1.5 ബൾബിൻ്റെ ഒരു കറണ്ട് ചാർജ് നമുക്ക് വരുള്ളൂ. ഒരുമിച്ച് എപ്പോഴും നമ്മൾ ഉപയോഗിക്കില്ലല്ലോ.
പക്ഷേ നമുക്ക് പിന്നെ ഇപ്പോൾ ഇട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ ഇടാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ 156 പല സ്പോട്ടിലായിട്ട് വീടിൻ്റെ അകത്ത് പിന്നെ ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ടും പുറത്ത് ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഏകദേശം ഒരു 156ഓളം 1 വാട്ട് ലൈറ്റിനുള്ള പോയിന്റുകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ റൂമുകളിലൊക്കെ അധികം ലൈറ്റ് പിന്നെ വാട്ടുള്ള ബൾബൊന്നും വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ചുമരുമ്പോൾ ഏതായാലും ഒരു ലൈറ്റ് ഉണ്ട്, അതൊക്കെ നമ്മൾ സാധാരണ ഇടുള്ളൂ. പിന്നെ സീലിങ്ങിൽ പാനൽ ലൈറ്റായിട്ട് 3 വാട്ടിൻ്റെ 1 2 അല്ലെങ്കിൽ 2 3 പോയിന്റുകളാണ് ഓരോ റൂമിലും വെച്ചിട്ടുള്ളത്, സീലിങ്ങിൽ വെച്ചിട്ടുള്ളത്. അത് ഏകദേശം മൊത്തം വീടിൽ നോക്കുമ്പോൾ ഒരു 56ഓളം പോയിന്റ് ഇട്ട് വെച്ചിട്ടുണ്ട് ഒരു 3 വാട്ടിൻ്റെ. കാരണം വലിയ ലൈറ്റിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. അതിനൊരു നമുക്ക് സാധാരണ ഇപ്പോൾ റൂമിലൊക്കെ ഒരു ലൈറ്റ് മതിയല്ലോ, ആ ലൈറ്റിനുള്ള പോയിന്റ് ചുമരുമിലുണ്ട്. ഇതൊക്കെ നമ്മൾ പിന്നെ എപ്പോഴും ഇടുന്ന ലൈറ്റുകളൊന്നുമല്ല, നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക അവസരങ്ങളൊക്കെ നമുക്ക് ഇടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊരു 56 ലൈറ്റോളം നമ്മൾ പിന്നെ പല വീട് പിന്നെ റൂമുകളിലായിട്ട് ഇടാനുള്ള പോയിന്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ മൊത്തം പിന്നെ ഇവിടെ വീടിൻ്റെ പുറമേയും അതുപോലെ മറ്റ് ഭാഗങ്ങളിലും ബാത്റൂം, മറ്റ് കിച്ചണ്, അങ്ങനെ പൊതുവെയുള്ള ഈ സീലിങ്ങിലല്ലാത്ത ഭാഗങ്ങളുണ്ടല്ലോ, അവിടെ മൊത്തമായിട്ട് വീട് പിന്നെ റൂമുകളിലും പുറമേയും ഉള്ള ലൈറ്റിന് വേണ്ട പോയിന്റ് ഇട്ട് 21 പോയിന്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ 3 റൂമുകളിൽ എനിക്ക് മൊത്തം നമ്മുടെ വീട്ടിൽ 4 ബെഡ്റൂമാണുള്ളത്. അപ്പോൾ 3 ബെഡ്റൂമിലും AC-ക്കുള്ള പോയിന്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ 4 ബാത്റൂമുകളുണ്ട്. 4 ബാത്റൂമുകളിൽ ഒരു ബാത്റൂമിൽ മാത്രമേ ഹീറ്ററിനുള്ള പോയിന്റ് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പിന്നെ ഇത്രയും വയറിങ്ങുള്ള കാര്യങ്ങൾ വീട്ടിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും അപ്പോൾ കുറേ അധികം വയർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കൂടുതലുള്ള ചിലവാണ് ഞാൻ പറഞ്ഞത്. അതായത് പിന്നെ മൊത്തം ചിലവ് 69,120 രൂപ. അപ്പോൾ ഇതിൽ ഇങ്ങനെ ചിലവിൻ്റെ ചിലവ് കൂടുതലാണ് കുറവായി എനിക്കറിയില്ല. പക്ഷേ ഞാൻ പൊതുവേ എനിക്ക് തോന്നുന്നത് കുറവായിട്ടാണ്. കാരണം നമ്മൾ പല ആളുകളും ഈ വയറിനെ കുറിച്ച് പറയുമ്പോൾ ലക്ഷങ്ങളുടെ കണക്കൊക്കെ പറയാറുണ്ട് ഈ മൊത്തം ചിലവ് പറയുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഫിറ്റിങ്സ് മാത്രമാണ്. അതിന് നമുക്കൊരു കുറച്ച് എമൗണ്ട് വേണ്ടി വരും. എങ്കിലും ഒരു 1.5 ലക്ഷത്തിനടുത്ത് അത്രയൊന്നും വേണ്ടി വരില്ല. കാരണം ചില ചുരുക്കം പിന്നെ ചെയ്യുള്ളൂ. അപ്പോൾ അതിനകത്ത് എൻ്റെ വീടിൻ്റെ മൊത്തം വയറിങ്ങിൻ്റെ ചിലവ് ചുരുങ്ങും, പിന്നെ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ 2000 സ്ക്വയർ ഫീറ്റിനടുത്ത് ഏരിയയുള്ള ഒരു വീടിന് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഈ ഒരു എമൗണ്ടിലൊക്കെ നമുക്ക് ഒതുക്കാൻ പറ്റും. നമ്മുടെ വീട് വളരെ ചുരുങ്ങിയൊരു വീടാണ്. പിന്നെ വളരെയധികം പിന്നെ ഡിസൈനുകളൊന്നുമില്ല. റൂമുകളൊക്കെ ഉണ്ട്, അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷേ പുറമെ നോക്കുമ്പോൾ വലിയൊരു പിന്നെ കാണാൻ ലുക്കുള്ളൊരു വീടൊന്നുമല്ല. കാരണം അങ്ങനെ വെക്കാത്തതിൻ്റെ കാരണം പരമാവധി ചിലവ് ചുരുക്കാൻ വേണ്ടി തന്നെയാണ്. നമ്മൾ എത്രത്തോളം നമ്മൾ ഈ വീടിൻ്റെ പുറമുള്ള കാഴ്ച കൂട്ടുന്നുവോ അത്രത്തോളം നമ്മുടെ ചിലവ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതല്ല, നമ്മൾ വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ വീടിൻ്റെ അകത്ത് നമുക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ അത്യാവശ്യമുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു വീടാണ് എൻ്റെ വീട്. അപ്പോൾ നമുക്ക് ഇത്രയും ഇതിനെ കുറിച്ച് പറയാനുള്ളൂ. ഞാൻ ഇത്രയും വീഡിയോസ് ഇടാൻ കാരണം ഒന്ന് കമ്പയർ ചെയ്യാം, നിങ്ങൾ വീടിൻ്റെ ഒരു ചിലവ് കമ്പയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. കാരണം മാത്രമല്ല, ഞാനിത് വീടിൻ്റെ പണി നടത്തുന്നത് 2022 ഫെബ്രുവരി മാസങ്ങളിലൊക്കെയാണ്. അപ്പോൾ ഈ സമയത്തൊരു ചിലവാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ കാലങ്ങൾ കഴിയുമ്പോൾ ഇതിൻ്റെ ചിലവൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ വീഡിയോൻ്റെ ഡേറ്റ് കൂടി ഒന്ന് ഓർമ്മിച്ചേക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പരമാവധി ആളുകൾ ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിടുക. കാരണം ഇതേപോലെ ഉള്ള ചിലവും അതിൽ പിന്നെ മറ്റു വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.